വന്നതാണ്. നമ്മളെല്ലാ വിഷയം ഇവിടെ ഏൽപ്പിക്കും, ഇവിടെ പറയും, ഇവിടുത്തെ തവസ്സുൽ ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഖ്ബറയാണ്. ജന്നത്തുൽ മഅല്ല എന്ന അതിൻ്റെ പേര്. ജന്നത്തുൽ ബഖീ എന്ന പേരിലുള്ള ഒന്ന് മദീനത്തും ഉണ്ട്. ജന്നത്തുൽ ബഖീ മദീനത്തുണ്ട്. ഇത് ജന്നത്തുൽ മഅല്ലയാണ്. ഇതിൽ കിടക്കുന്നത് മുഴുവനും മഹാന്മാരാണ്. മഹാന്മാരല്ലാത്ത ആളുകളില്ല എന്ന് നമുക്ക് പറയാം. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ ഊത്തുകൊണ്ട് ഊതുമ്പോൾ മരിച്ചവരൊക്കെ ഹയാത്താവും അല്ലേ? ആ കൂട്ടത്തിൽ ആദ്യം ഈ രണ്ട് മഖബറയിലെ മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കും. അതിന് ശേഷമാണ് നമ്മളൊക്കെ എഴുന്നേൽക്കുക. ഇങ്ങനെ വലിയ ബഹുമാനം കിട്ടിയ സ്ഥലമാണ് ഇവിടെ. നമുക്കൊക്കെ മരിച്ചാൽ എവിടെ കിടക്കണമെന്നാണ് താല്പര്യം. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മൾ പ്രത്യേക ഖബറ് കളിച്ച് വെക്കുന്നില്ലേ? അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. സിയാറത്തിന് സൗകര്യപ്പെടുന്ന ഒരു സ്ഥലം എന്നുള്ളവർക്ക് കമ്മിറ്റിക്കാർ സമ്മതിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അങ്ങനത്തെ നമ്മൾക്ക് എൻ്റെ ഖബർ ജന്നത്തുൽ മഅല്ലയിലായിരുന്നെങ്കിൽ, എനിക്കൊരു ഖബർ ജന്നത്തുൽ ബഖീയിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജീവിതകാലത്ത് തന്നെ ആശിക്കാൻ പറ്റുന്ന ഒരു മഖ്ബറയും കൂടിയാണ് ജന്നത്തുൽ മഅല്ല. ഇവിടെ ഉള്ളത് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ഒന്നാമത്തെ ആളും നബിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുമായ നമ്മളെല്ലാവരെയും ലോക മുസ്ലിമീങ്ങളിൽ ഉമ്മയായ ഖദീജ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ കിടക്കുന്നുണ്ട്. ആ ഉമ്മൻ്റെ അടുത്ത് തന്നെ നബിൻ്റെ ഒരു മകനുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ ആളുകളെ ചേർത്ത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഫത്തി തങ്ങൾ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാവില്ല, കുറഞ്ഞ ആളുകളെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മളൊക്കെ അന്ന് വളരെ ദാരിദ്ര്യത്തിൽപ്പെട്ട് ഭക്ഷണമില്ലാതെ വിഷമിച്ചിരുന്ന കാലഘട്ടത്തിൽ വലിയ അരിൻ്റെ കുമ്പാരം കൊണ്ടുവന്ന് നമ്മളൊക്കെ ഭക്ഷണം തരാൻ നമ്മളെ വാപ്പമാരിലൊക്കെ കൊടുത്തയച്ച മഹാനായ ഒരു സയ്യിദാണ്. അവരാ പറഞ്ഞ ജീവിതത്തിൽ സുബഹിസ്കാരം എനിക്ക് കഥായിട്ടില്ല എന്ന് പറഞ്ഞു അല്ലേ? നമുക്ക് പറയാൻ കഴിയും അങ്ങനെ ഒരു മുലിയാർ പണി എടുക്കണം എനിക്ക് പോലും വരാൻ കഴിയില്ല. അങ്ങനെ ഉണ്ടാവില്ല. അത്ര മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ السلام عليكم.